ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ ക്യാമ്പയിൻ സജീവ്. നമ്മളുടെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഡേ 1 ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ 2 നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറയുന്നതിന് മുന്നേ ഈ ഗൂഗിളും മെറ്റയും ആണല്ലോ നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പം മെറ്റയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ്സ് മാനേജറും അങ്ങനത്തെ ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഗൂഗിളും ഇതേപോലെ തന്നെ മെറ്റ പോലെ ഒരു സംവിധാനമായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലുണ്ടെന്നാണ് നമ്മളിപ്പം എക്സ്പേർട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും മെറ്റ ആഡ്സ് പോലെ തന്നെ ഗൂഗിൾ ആഡ്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റയിൽ മാത്രം നിന്നാൽ മതി, അത് ഗൂഗിളും കൂടെ പഠിക്കണ്ടേ? അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി അക്കാഡമികളിൽ സ്റ്റുഡൻസിനോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങിയ പാടെ അതുകൊണ്ട് അവസാനിപ്പിക്കരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. 2019 പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിങ്ങേ അല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഗൂഗിളിൻ്റെ അപ്ഡേറ്റും കൂടി മെറ്റ ചെയ്യുന്ന സമയത്ത് നോക്കണം. അതുകൂടാതെ നിങ്ങളുടെ ബിസിനസ് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് ഉള്ളതെന്ന് നോക്കണം. നിർബന്ധമായിട്ടും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ ഇങ്ങനെയുള്ള വെബ്സൈറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. വരും കാലങ്ങളിൽ ബിസിനസ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. താങ്ക് യു.